അഹമ്മദാബാദ് വിമാനാപകടത്തിൽ എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയെ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ച് AAIB. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് DGCA ആസ്ഥാനത്ത് കൂടിക്കാഴ്ച. നേരത്തെ അപകടത്തിലെ പ്രാഥമിക റിപ്പോർട്ടിൽ പൈലറ്റ്സ് അസോസിയേഷൻ വിമർശനം ഉയർത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ കൂടിക്കാഴ്ച നടത്തുന്നത്. PR അരവിന്ദ് ചേരുകയാണ്. അരവിന്ദ്, നേരത്തെ ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക റിപ്പോർട്ടിൽ പൈലറ്റിന്റെ ഇടപെടൽ ഈ അപകടത്തിന് കാരണമായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില അബദ്ധങ്ങൾ ഈ അപകടത്തിന് കാരണമായിരിക്കാം എന്നുള്ള സൂചന ഉണ്ടായിരുന്നു. തുടർന്നാണ് പൈലറ്റ് അസോസിയേഷനൊക്കെ ഇതിലൊരു എതിർവാദവുമായി അല്ലെങ്കിൽ വിമർശനവുമായി രംഗത്ത് വരുന്നത്. ഈ ഒരു ചർച്ചയുടെ പശ്ചാത്തലം എന്താണ്? നൗഫൽ, നമുക്കറിയാം അഹമ്മദാബാദ് വിമാനാപകടം നടന്ന് 3 മാസം പിന്നിട്ടിട്ടുണ്ട്. ഇതുവരെ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തുവിട്ടിരിക്കുന്നത്. ആ പുറത്തുവിട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ചില ചൂണ്ടിക്കാട്ടലുണ്ടായിരുന്നു. അതായത് പൈലറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പിഴവാണ് ഒരു അപകടത്തിന് കാരണമെന്നുള്ള ഒരു സൂചനകൾ അതിലുണ്ടായിരുന്നു. അതിനെതിരെ അന്ന് തന്നെ എയർലൈൻസ് പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്ത് വരികയും സുപ്രീം കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ എത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ സുപ്രീം കോടതി അടക്കം ഈ വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ ഇങ്ങനെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടുന്നത് അതിന്റെ രഹസ്യാത്മക നഷ്ടപ്പെടാൻ കാരണമാകുമെന്നും അതുപോലെ തന്നെ വലിയ ഗുരുതരമായ വീഴ്ചകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ അതുപോലെ തന്നെ ചില നിഗമനങ്ങളിലേക്കെല്ലാം എല്ലാവരും എത്തുമെന്നുള്ള ഒരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നടക്കം നടത്തിയിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെയാണ് എയർലൈൻസ് പൈലറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയെ കൂടി ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് AAIB വിളിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് DGCA ആസ്ഥാനത്ത് ഒരു കൂടിക്കാഴ്ച നടത്തുക. എന്തായാലും അന്തിമ റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തുവിടുമെന്നൊരു സൂചനകൾ വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ പൈലറ്റ് അസോസിയേഷന്റെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിക്കുക, ഒരു വിദഗ്ധ അഭിപ്രായം, കാരണം ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കുക എന്നതാണ് ഇതിലൂടെ DGCAയും അതുപോലെ തന്നെ വ്യോമയാന മന്ത്രാലയവും ലക്ഷ്യം വെച്ചിരിക്കുന്നത്. വൈകുന്നേരം 4 മണിക്കുള്ള യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പൈലറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് യാതൊരുവിധ കൂടിയാലോചനകളും നടന്നിരുന്നില്ല. അന്ന് തന്നെ വിമർശനങ്ങൾ ശക്തമായിരുന്നു. എന്തായാലും ഈ വിമർശനങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ അന്തിമ റിപ്പോർട്ടിൽ കൂടുതൽ അഭിപ്രായങ്ങൾ തേടുക എന്നതാണ് AAIB ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്.